നമസ്കാരം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ, ഡിസംബർ മാസത്തിൽ വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. പ്രാരംഭത്തിൽ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. മനസ്സിന് വിമ്മിഷ്ടമുണ്ടാകും. ഔദ്യോഗിക തലത്തിൽ ചില ചുമതലകളൊക്കെ വർദ്ധിക്കും. പലപ്പോഴും മേലധികാരിയോ സഹപ്രവർത്തകരോ അവധിയിലായതിനാൽ അവരുടെ കൂടി ജോലി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വേണ്ടിവരും. 1-2 ദിവസം അവധി ദിനങ്ങളിലും ജോലി വേണ്ടി വരുവാനിടയുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് ജന്മനാട്ടിലേക്കുള്ള യാത്രയോ പുണ്യതീർത്ഥയാത്രകളെയോ മാസത്തിൻ്റെ ഒടുവിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. മാതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി മനോവിഷമത്തിന് യോഗമുണ്ടെങ്കിലും ശസ്ത്രക്രിയയൊക്കെ വേണ്ട സമയത്ത് ചെയ്യുവാൻ ഉള്ള തീരുമാനം കൈക്കൊള്ളുന്നതും ഈശ്വര പ്രാർത്ഥനകൾക്ക് വഴിയൊരുക്കുന്നതൊക്കെ തന്നെ മാതാവിന് രക്ഷപ്പെടുവാനുള്ള മാർഗത്തെ സൂചിപ്പിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിത്തീരും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കാത്തതുകൊണ്ട് നിലവിലുള്ള സ്ഥാപനത്തിൽ നിന്നും രാജിക്കത്ത് നൽകുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ മറ്റു ചിലർക്കാണെങ്കിൽ നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ സായാഹ്നവേളയിലോ ഞായറാഴ്ചകളിലോ ഉള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും അത് തുടക്കം കുറിക്കുവാനും ഒരു പക്ഷേ 2021 ആയിരിക്കും പരീക്ഷ ഉണ്ടായിത്തീരുക. എന്നിരുന്നാൽ പോലും ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ യോഗമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. കാര്യകാരണം സഹിതം സമർപ്പിക്കുന്ന കർമ്മപദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വ്യക്തി താൽപ്പര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് പ്രസ്ഥാനത്തിന് കൂടി ഗുണത്തെ ചെയ്യുവാനിടയുണ്ട്. യന്ത്രത്തകരാറ് സംഭവിക്കുന്നത് വഴി ഉൽപാദന മേഖലകളെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പ്രതികൂലമായി ബാധിക്കുവാനിടയുണ്ടെങ്കിലും രണ്ടാമത്തെ പകുതിയിലെല്ലാം തന്നെ അതിജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. പലപ്പോഴും പല കാര്യങ്ങളും ഓർമ്മ വരാത്തത് കൊണ്ട് ചിലത് മറന്നു പോകുവാനിടയുള്ളത് കൊണ്ടും കൂടുതൽ ചുമതലകളെല്ലാം ഏറ്റെടുക്കുന്നത് കൊണ്ടും പരമാവധി പറ്റുന്നതും എല്ലാം എഴുതി വച്ചതിന് ശേഷം ശരിയായോ എന്നൊരു നിഗമനത്തിൽ ദിവസവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനുള്ള സാധ്യത ഉത്തര നക്ഷത്രക്കാർക്ക് ഈ ഒരു ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.